ഫുള്ള് ലോണും ചെയ്യാൻ പറ്റും. നല്ലൊരു കിയ 50,000 രൂപ ഈ വാഹനം എടുക്കുമ്പോൾ കസ്റ്റമർക്ക് അങ്ങോട്ട് കൊടുക്കാം. ഫുള്ള് ലോണും ചെയ്യാം. വലിയ വലിയ വാഹനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡീലർമാർ കൊടുക്കുന്ന റേറ്റിന് ഡീലർക്ക് കൊടുക്കുന്ന റേറ്റിന് നിങ്ങൾക്ക് തരാൻ പറ്റും. അപ്പൊ ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി ഉണ്ടാവും. കമ്പനി ഫിറ്റിംഗ്സ് ഉള്ള വാഹനം ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോൺ. ഇത് നമുക്ക് മാർക്കറ്റ് പ്രൈസിനേക്കാൾ 19 രൂപ കുറവുണ്ട്. ഇത് നമ്മൾ കൊടുക്കുന്നത്. അതെ, 2,20,000 കിലോമീറ്റർ കമ്പനി തന്നെ 20 കമ്പനി വാറണ്ടിയിൽ പുതിയ കാർ എടുക്കുന്ന പോലെ ടെൻഷനിൽ എടുക്കാം. അതും സിംഗിൾ ഓണർ. ഈ വണ്ടി എടുക്കുന്ന കസ്റ്റമർക്ക് 1,00,000 കിലോമീറ്റർ ഓടാനുള്ള ടയർ, നല്ല ക്വാളിറ്റി ഉള്ള ഒരു GT തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. 1.5 4 സിലിണ്ടർ GT 39,000 കിലോമീറ്റർ, ബ്ലാക്ക് എഡിഷനിൽ സൺറൂഫ് 4x4 ഓട്ടോമാറ്റിക്കുള്ള വാഹനം. 3 അത്യാവശ്യം മൈലേജും മെയിൻ്റെനൻസും കുറവുള്ള വാഹനങ്ങള്. നമ്മള് ടയോട്ട ആയിക്കോട്ടെ 50,000 സ്പെഷ്യൽ റേറ്റ് കുറച്ചിട്ടുണ്ട്. നമുക്ക് ട്രാക്ക് ഉണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ 13 ലക്ഷം വരെ ലോണും ചെയ്യാം. 1 ലക്ഷം രൂപ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കൊണ്ടുപോകാം. നമ്മൾ വിഷുവിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ആണെന്ന് നമ്മൾ ഈ വിഷു ദിനത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 25 വണ്ടികൾ നിങ്ങൾ EMI മാത്രം നോക്കിയാൽ മതി, ഡൗൺ പേയ്മെന്റ് നോക്കണ്ട. അപ്പൊ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫുൾ ഓൺലി 25 വണ്ടികളുള്ള ഒരു അടിപൊളി ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഇന്ന് തുടങ്ങണമെന്ന് വെച്ച് നമുക്ക് ഇന്ന് അവസാനിക്കുന്നില്ല. അപ്പൊ ഈ ഒരു വിഷു ദിനത്തില് നമുക്ക് എല്ലാവർക്കും വണ്ടി, അപ്പൊ നിങ്ങൾക്ക് തിരിച്ചടക്കാൻ, അതായത് EMI കപ്പാസിറ്റി ഉണ്ടോ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡോക്യുമെന്റ് ആയിട്ടും വരാം, വണ്ടി ആയിട്ടും പോവാം. അപ്പൊ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളെ സമീർക്ക് തന്നെയാണ്. നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ വിഷുവിന്റെ അന്ന് നമ്മൾ പൊളിക്കാൻ തീരുമാനിച്ചു. മലയാളികൾ വണ്ടി എടുത്ത് അതും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ. 2.5 കൊല്ലൊക്കെ കമ്പനി തന്നെ വാറണ്ടി ഉള്ള വണ്ടികൾ, വെറും 10,000 കിലോമീറ്റർ ഓടിയ വാഹനങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഗജരാജാക്കന്മാർ ഇങ്ങനെ നിരന്നിരിക്കുകയാണ് അല്ലെ. വണ്ടികളുണ്ട്, സിവില്, അതുപോലെ സിറ്റി കിടക്കുന്നുണ്ട്, ഗ്ലാൻസ. നമുക്ക് എല്ലാ ബ്രാൻഡുകൾ ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് ഇതാവണം. അതും ബഡ്ജറ്റ് റേഞ്ചിൽ 25ഓളം വണ്ടികൾ നമുക്ക് ഫുൾ ഓൺലൈൻ ഓഫർ പ്രൈസ്. കേരളത്തിൽ ഈ ഒരു പ്രൈസിനൊന്നും ഫോർച്യൂണർ 2 വീൽ ഓട്ടോമാറ്റിക് പക്കാ കേരള വണ്ടി, റീപ്ലേസ് ഇല്ല, ഫുൾ സർവീസ് ഹിസ്റ്ററി ഉള്ള വാഹനങ്ങളൊക്കെ ഓഫർ റേറ്റിനോട്. ഓഫർ റേറ്റിന് വെയിറ്റ് ചെയ്തോളൂ. നമ്മൾ വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽ അങ്ങനെ ആരും കാണിക്കാത്തൊരു വണ്ടി, ഈ ഫോർഡിന്റെ എൻഡോവർ 4x4 ഓട്ടോമാറ്റിക്, പനോരമിക് സൺറൂഫ് ഒക്കെ വരുന്ന, ഇപ്പൊ 2025 ഇനി പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന ബ്ലാക്ക് എഡിഷൻ വരുന്ന അടിപൊളി വാഹനമൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതും ഓഫർ റേറ്റിനാണ്. അപ്പൊ നമുക്ക് ഓഫറുകളുടെ ഒരു ചാകരയാണ് നമുക്ക് ഇന്നുള്ളത്. ടോട്ടൽ എത്ര വണ്ടികളുണ്ട് നമുക്ക്? ഇന്ന് നമുക്ക് 50 വണ്ടികൾ നമുക്ക് കാണിക്കാം. ടോട്ടൽ 50 വണ്ടികൾ കാണിക്കാം. അതിൽ 25 വണ്ടികൾ 2 എപ്പിസോഡായിട്ട് നമുക്ക് കാണിക്കാം. അതും നല്ല സർട്ടിഫൈഡ് വണ്ടികൾ, നല്ല ഒക്കെ പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വാഹനങ്ങളാണ്. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ആയിട്ട് ആകെ ഒരു വാഹനം എടുക്കുമ്പോൾ ഒരു 1,200 രൂപയിൽ കൂടുതൽ ഒരു ചെലവ് വരുന്നില്ല. ബാക്കിയുള്ള എല്ലാം ഒറിജിനൽ കേരള വണ്ടികളാണെങ്കിലും ഫുള്ളും 99% കേരള വണ്ടി ചെയ്തിട്ടാണ് എല്ലാ ഫ്യൂൽ അടിക്കുക, വണ്ടി ഓടുക. വാഹനമൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വെൽ മെയിൻറ്റൈൻഡ് സർട്ടിഫൈഡ് വാഹനങ്ങളാണ്. ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ നമ്പറുകളൊന്നും മറച്ചില്ല. എല്ലാ വാഹനത്തിന്റെയും നമ്പറും നമ്മൾ മറച്ചിട്ടില്ല. നിങ്ങൾ എല്ലാത്തിന്റെ ഹിസ്റ്ററി എടുത്ത് അതിന്റെ RTO സർവീസ് ചെയ്ത് അതിന്റെ RTO ഹിസ്റ്ററി, അതുപോലെ തന്നെ ഷോറൂം ഹിസ്റ്ററി കൂടാതെ വലിയ വലിയ വാഹനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻഷുറൻസ് ക്ലെയിം ഹിസ്റ്ററി ആരും എടുക്കുന്നില്ല. അതിനെ പറ്റി അറിയില്ല. ഞാനൊരു വണ്ടി എടുക്കുമ്പോൾ ഈ സർവീസ് ഹിസ്റ്ററി നമുക്ക് നോക്കുന്നതിന് പുറമായിട്ട് ഒരു 5 കൊല്ലത്തെ മുന്നേ ഉള്ള ഹിസ്റ്ററി നമുക്ക് ഇൻഷുറൻസ് ഹിസ്റ്ററി കിട്ടും. അത് ന്യൂ ഇന്ത്യ ആണെങ്കിലും യുണൈറ്റഡ് ആണെങ്കിലും നാഷണൽ ആണെങ്കിലും എല്ലാത്തിനും നമുക്ക് ഓഫീസിലെ ആളുകളുണ്ട്. ധൈര്യപ്പെട്ട് എടുക്കാം. ഇൻഷുറൻസിലൊക്കെ ക്ലെയിം ചെയ്ത് പല ആളുകളും ഇപ്പൊ ചെയ്യുന്ന കാര്യം, വണ്ടി തട്ടിക്കഴിഞ്ഞാൽ ഷോറൂമിലോട്ട് കൊണ്ടുപോകുന്നില്ല, നേരെ പുറത്തുള്ള സർവീസ് സെന്ററിൽ പോയിട്ട് ക്ലെയിം ചെയ്യും. അപ്പോൾ ഹിസ്റ്ററിയിൽ കയറില്ല, പക്ഷേ ക്ലെയിം ഹിസ്റ്ററിയിൽ അത് കയറും. അത് ടോട്ടൽ ലോസ് ചെയ്യുന്ന വാഹനങ്ങളുണ്ട്. ഇൻഷുറൻസിൽ ടോട്ടൽ ലോസ് ആയിരിക്കും, വണ്ടി ഹിസ്റ്ററിയിൽ ടോട്ടൽ ലോസ് ഉണ്ടാവില്ല. അപ്പൊ ശ്രദ്ധിക്കുക, വണ്ടി എടുക്കുമ്പോൾ ഇൻഷുറൻസ് ക്ലെയിം ഹിസ്റ്ററി നിർബന്ധമായിട്ട് എടുക്കണം. അപ്പൊ ഇത് ആരും പറയാത്തൊരു നമുക്കൊരു അറിവാണ്. നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാറ്. ഒരുപാട് കസ്റ്റമറെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മള് വണ്ടി ടോട്ടൽ ലോസ് അല്ല എന്ന് പറഞ്ഞ് കൊടുക്കും. ആ വാഹനം ഇൻഷുറൻസിൽ ടോട്ടൽ ലോസ് ആയിട്ട് ഒരുപാട് വണ്ടികൾ നമ്മുടെ കയ്യിൽ വിൽക്കാൻ വേണ്ടി വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതാരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മള് സാധാരണ എല്ലാവരും നമ്മൾ വണ്ടി എടുക്കും, നേരെ ഷോറൂമിൽ കയറ്റും, ഹിസ്റ്ററി എടുക്കും, വണ്ടി പക്കയാണെന്ന് പറയും. അപ്പൊ നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസിന്റെ ഹിസ്റ്ററി നമ്മൾ പലപ്പോഴും നമുക്ക് വിട്ടുപോകാറുണ്ട്.
സോ നിങ്ങൾ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഷോറൂം കാണിക്കുക. പ്ലസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻഷുറൻസിന്റെ ഹിസ്റ്ററി കൂടി നമ്മൾ കൂട്ടത്തിലെടുക്കുക. അതെന്ത് ചെയ്യും, നമുക്ക് വണ്ടി ഇപ്പൊ പുറത്തുനിന്ന് നമുക്ക് കമ്പനിയിൽ നിന്ന് അല്ലാതെ പുറത്തുനിന്ന് ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കൊടുക്കുന്ന പല സർവീസ് 90% കസ്റ്റമർ ഇപ്പോ വലിയ വലിയ ഷോറൂമിനേക്കാളും, അതായത് വണ്ടിയുടെ ഷോറൂമിനേക്കാളും ഫെസിലിറ്റിയുള്ള ഷോറൂമുകൾ പുറത്തുണ്ട്. അവിടെ പോയിട്ടാ സർവീസ് ചെയ്യുന്നത്. കാരണം ഷോറൂമിൽ 15 ദിവസം ഡിലേ ആണെങ്കിൽ ഇവര് 3-4 ദിവസം കൊണ്ട് വണ്ടി ഇറക്കി സെറ്റപ്പുള്ള പുറത്തുണ്ട്. സർവീസ് സെന്ററുകൾ ഷോറൂമിലോട്ട് കയറ്റുന്നില്ല, ഹിസ്റ്ററിയിലും കയറുന്നില്ല. കസ്റ്റമർ ഇൻഷുറൻസ് ക്ലെയിമും ചെയ്തു തരും, ചെലവ് കാര്യങ്ങൾ സെയിം ആണ്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഇപ്പൊ 90% വണ്ടി എടുക്കുമ്പോഴും ഇൻഷുറൻസ് ക്ലെയിം ഹിസ്റ്ററി നോക്കാതെ ഒരിക്കലും എടുക്കരുത്. അതുപോലെ തന്നെ നല്ല 3 ചുണക്കുട്ടന്മാര് നമ്മളെ അടുത്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങിയിട്ടതല്ല. നമുക്ക് ഈ യൂസ്ഡ് കാറുകൾ വാങ്ങാൻ വരുന്ന ആളുകളുടെ കയ്യിൽ വരുന്ന എക്സ്ചേഞ്ചിൽ വാഹനങ്ങളാണ് ഈ 3 വാഹനം. എക്സ്ചേഞ്ച് ചെയ്തിട്ട് കാർ എടുക്കുന്ന ഒരുപാട് ആളുകളാണ്. ഈ ചൂടത്ത് നമ്മൾ പറയുമ്പോ പോലും ചൂട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ചെറിയ വീട്ടില് ഒരു ബൈക്കുള്ള വെള്ളം കുടിക്കാന്നുള്ളതാണ് ഒരു ആശ്വാസം ഉള്ളത്. അതെ അതെ. ഇതൊക്കെ 3 വണ്ടികളും എക്സ്ചേഞ്ചിൽ വന്നതാണ്. ഡീലർ പ്രൈസിന് നമുക്ക് കൊടുക്കാൻ പറ്റും. വണ്ടി ഓഫർ പ്രൈസ് അല്ല, ഡീലർ പ്രൈസിന് കൊടുക്കാൻ പറ്റൂല. അപ്പൊ തുടങ്ങണത് അല്ലല്ല, നമുക്ക് പുതിയ വണ്ടികളുണ്ട്. കാറ് കാണണമെന്നവർക്ക് അത് ഇതിന്റെ നമുക്ക് സബ് പിന്നെ വേണമെങ്കിൽ ലാസ്റ്റ് താല്പര്യമുള്ളവർ വിളിച്ചു ചോദിക്കട്ടെ. തീർച്ചയായിട്ടും. അപ്പൊ ആദ്യം നമ്മൾ തുടങ്ങുന്നത്, ഇന്ന് നമ്മള് തുടങ്ങുന്നത് WR ആയിക്കോട്ടെ. നമ്മൾ പ്രധാന കാര്യം വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആൾക്കാർക്ക് വരുന്നെങ്കിൽ ലൊക്കേഷന് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വണ്ടൂര് കറക്റ്റ് പെരിന്തൽമണ്ണ റോട്ടിൽ 1 കിലോമീറ്റർ മാറിയിട്ട് റിലയൻസിന്റെ ട്രെൻഡ്സ് എന്ന തുണി ഷോപ്പ് ഉണ്ട്. വലിയ ഷോപ്പാണ്. അതിന് തൊട്ട് ചാരിയുള്ള വ്യാപാരിമാൻ റോട്ടിലാണ് നമ്മുടെ സ്ഥാപനം ഉള്ളത്. 200 മീറ്റർ പോന്നാൽ മതി. പെരിന്തൽമണ്ണ റോട്ടിൽ നിന്ന് 200 മീറ്റർ മാറിക്കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ തന്നെയാണ് നമ്മളെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഒരു 50 വണ്ടികൾ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. വിറ്റുപോയാലും 50 വണ്ടി അപ്പൊ തന്നെ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ എല്ലാവരും 50 വണ്ടി മസ്റ്റായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ നമ്മുടെ കാറ്റലോഗ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള വണ്ടിയുടെ ഒക്കെ ഫോട്ടോയും ഡീറ്റെയിൽസും അതിന്റെ റേറ്റും എല്ലാം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഒരു വണ്ടിയുടെ പോലും നമ്പർ മറക്കൂല നമ്മള്. അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. വണ്ടി നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ RC ഓണറുടെ വീട്ടിലുള്ള അഡ്രസ് വരെ നിങ്ങൾക്ക് തിരിയും. മനസ്സിലായില്ലേ? നമുക്ക് ഫെസിലിറ്റീസ് ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും. അപ്പൊ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. മൈലേജ് ആണ് എല്ലാവരും ഒരു പ്രധാന പ്രശ്നം. അതെ, ഡീസലും മൈലേജും പെർഫോമൻസ് ഉണ്ട്, മൈലേജ് ഉണ്ട്. നമുക്ക് ലോങ്ങിൽ ഏകദേശം എത്രയൊക്കെ മൈലേജ്? 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ എഞ്ചിനില് നല്ല ഡിമാൻഡ് ഉള്ള ഒരു വാഹനം, അതും നല്ല ഓഫർ റേറ്റിന്. അത് നമുക്ക് അതുമല്ല, സൺറൂഫും കാര്യങ്ങളൊക്കെ VX 2019 WRV ഡീസൽ VX ഓപ്ഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം. നല്ല അടിപൊളി ഫാൻസി നമ്പറാണ്. എല്ലാ ഭാഗം ക്ലിയർ. വണ്ടി സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ ഉണ്ട്. 19 മോഡൽ കേട്ടോ. WRV നോക്കുന്ന ആളുകൾക്ക് അറിയാം 17 മുതലാണ് WRV വന്നിട്ടുള്ളത്. 17 VX 80,000 കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് കൊടുക്കണം 8 ലക്ഷം രൂപ, 8.5 ലക്ഷം രൂപ. ഇത് നമുക്ക് 19 മോഡൽ വാഹനം ഇപ്പൊ നിലവിൽ മാർക്കറ്റിൽ 9.5 ലക്ഷം വരെ വിറ്റുകൊണ്ടിരിക്കുന്ന വാഹനം കേട്ടോ. നമുക്ക് സിംഗിൾ ഓണർ വാഹനം, പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം എല്ലാം വരുന്നുണ്ട്. റിവേഴ്സ് ക്യാം, ഡയമണ്ട് കട്ട് വീല്, DRL, അതുപോലെ തന്നെ കാര്യങ്ങൾ എല്ലാം നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ആണ്. ഈ വാഹനം നമുക്ക് വെറും 8,90,000 രൂപക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. 8,90,000. അതായത് മാർക്കറ്റിൽ 9.5 ലക്ഷം രൂപ വിറ്റുകൊടുക്കുന്ന വാഹനമാണ്. 60,000 രൂപ വില കുറച്ചിട്ട് നമുക്ക് 8,90,000 രൂപയുടെ റേറ്റ് നെഗോഷ്യബിൾ ആണ്, ഫിക്സഡ് അല്ല. കസ്റ്റമർ ആവശ്യമുള്ള കസ്റ്റമർ ഡയറക്റ്റ് വന്നോളൂ. വണ്ടി കണ്ട് ഓക്കെ ആയതിനു ശേഷം നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഉഷാറായിട്ട് വണ്ടി കൊണ്ടുപോകാം. ആകെ 80,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ്, സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവിയുള്ള VX സൺറൂഫ്, ഡീസൽ വണ്ടി. ഡൗൺ പേയ്മെന്റ് ഒരു 50,000 രൂപ ഈ വാഹനം എടുക്കുമ്പോൾ കസ്റ്റമർക്ക് അങ്ങോട്ട് കൊടുക്കാം. ക്യാഷ് ബാക്കിൽ അങ്ങോട്ട് ഡൗൺ പേയ്മെന്റ് അല്ല, 19 രൂപ കുറവാണ്. അതും കുറച്ച് തരും. പ്ലസ് നമുക്ക് ഒരു ക്യാഷ് ബാക്കിൽ വണ്ടി ഹിസ്റ്ററി നോക്കണം, ഇൻഷുറൻസ് ക്ലെയിം ഹിസ്റ്ററി നോക്കണം, എല്ലാം നോക്കിക്കോളൂ. ഒക്കെ നോക്കിയിട്ട് എടുത്താൽ മതി. അടുത്തതും സൺറൂഫ് ഉള്ളത്. സൺറൂഫ് ഉള്ള സിറ്റി ഒരുപാട് ആളുകൾ നമുക്ക് ചോദിക്കും. 3 വണ്ടി സൺറൂഫ് ഉള്ള വന്നു കേട്ടോ. 3 സിറ്റി, 3 വൈറ്റ് കളർ സൺറൂഫ് ഉള്ള VX. ഇതിപ്പോ 2017 മോഡല്, 17 ലാസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് അല്ല, ഇത് തേർഡ് ഓണർഷിപ്പ് ഉള്ള വാഹനമാണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അത് 2 പോളിഷിലാണ് വണ്ടി.
ഇത് 17 മോഡല് VX പ്ലസ്, അതായത് ഇത് VX പ്ലസിലാവുമ്പോ നമുക്കിതില് ഈ സ്പോയിലർ അധികം വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ഡയമണ്ട് കട്ട് അലോയ്സ്, കമ്പനി ലെതർ സീറ്റ് കവർ, സൺറൂഫ്, വോളിയം കൺട്രോൾ, ക്രൂസ് കൺട്രോൾ, നമുക്ക് AC പോയിന്റ് ആക്സിഡന്റോ മൈനർ ആക്സിഡന്റോ ഫ്ലഡോ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളോ ഒന്നും നിലവിൽ വാഹനത്തിൽ സംഭവിച്ചിട്ടില്ല. ഇത് ഫ്രണ്ടിലും ബാക്കിലും സെൻസറും കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്തും കസ്റ്റമർ സെൻസർ ചെയ്തിട്ടുണ്ട്. 515 ഫാൻസി നമ്പർ ഉണ്ട്. ഇപ്പൊ 0 നിർബന്ധം ആയതുകൊണ്ടാണ് 0 ഇട്ടിട്ടുള്ളത്. ഇതിന്റെ മുന്നേ ഉള്ള നമ്പറിൽ പ്ലേറ്റിൽ 0 ഇല്ലായിരുന്നു. ഫൈൻ വന്നു കഴിഞ്ഞാൽ 3000 രൂപ കൊടുക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഇട്ട് കൊടുത്താണ്. നമുക്ക് മോഡൽ പറഞ്ഞത് 17 ലാസ്റ്റ് 1,20,000 കിലോമീറ്റർ A to Z ഷോറൂം സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നാവിഗേഷൻ, GPS, ഇൻബിൽഡ് ആയിട്ട് എല്ലാ ഓപ്ഷനും വരുന്ന VX സൺറൂഫ് അടക്കം വരുന്ന വാഹനം. ഇത് നമുക്ക് വെറും 7,60,000 രൂപ കൊടുക്കാം. 7,60,000 7 ലക്ഷം രൂപ ലോണും കിട്ടും കസ്റ്റമർക്ക്. ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി ഉണ്ടാവും. കമ്പനി ഫിറ്റിംഗ്സ് ഉള്ള വാഹനം. ഇത് ന്യൂ ഷേപ്പ് ആട്ടോ. DRL പ്രൊജക്ടർ ഒക്കെ കമ്പനി ഇത് കമ്പനി ന്യൂ ഷേപ്പ് ആണ്, ന്യൂ ഷേപ്പ് ആക്കിയതല്ല. ജനറേഷന് ഇതും നമുക്ക് സിംഗിൾ എല്ലാം കേരള രജിസ്ട്രേഷൻ, ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനം തന്നെയാണ്. 2015 ലാസ്റ്റ് പെട്രോൾ ആണ് കേട്ടോ വേരിയന്റ്. SV എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് മെയിൻ്റെനൻസ് ഇല്ല എന്നാണ് അർത്ഥം. മെയിൻ്റെനൻസ് ആണ് സംഗതി, നിങ്ങൾ പ്രതീക്ഷിക്കേ വേണ്ട. ഓയിൽ മാറ്റുക, പെട്രോൾ അടിക്കുക. ഇതിനൊക്കെ ടയർ കണ്ടീഷൻ ഒക്കെ 99% ടയർ 4 ടയർ ഒരുമിച്ചുള്ള ടയറാണ്. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി, ഫ്ലഡ് ഹിസ്റ്ററി, റീപ്ലേസ് ഹിസ്റ്ററി, ക്ലെയിം ഹിസ്റ്ററി പോലും ഇല്ലാത്ത സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനമാണ്. ഡോക്ടറിന്റെ എംബ്ലം നിങ്ങൾ കാണണ്ട, അതിനൊന്നും ശ്രദ്ധിക്കും വേണ്ട, അതിന് വല്ല ഡിമാൻഡും ഇല്ല. ഇത് വേറെ വണ്ടി എടുക്കുന്ന ആളുകൾക്ക് ഒരു ഓയിലും ഫിൽറ്ററും മാറുക എന്നല്ലാത്ത വേറെ ഒരു പരിപാടിയും ചെയ്യുന്നത്. ഇൻഷുറൻസ് ഇപ്പൊ തീർന്നിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസ്, ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കും. നിലവിൽ വരുന്നുണ്ട്. ക്ലൈമറ്റ് കൺട്രോൾ AC വരും കേട്ടോ. നമുക്ക് ക്രൂസ് കൺട്രോൾ, വോളിയം കൺട്രോൾ, എല്ലാ ഫീച്ചേഴ്സും വരുന്ന SV എന്ന് പറഞ്ഞാൽ അതിൽ ഏകദേശം സൺറൂഫ് അല്ലാത്ത എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. അതെ, ഇത് നമുക്ക് ഇത് സിംഗിൾ ഓണർഷിപ്പ് ആട്ടോ. ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം. നമുക്ക് മാർക്കറ്റ് 1 lakh ഓടിയിട്ടുണ്ട്. മാർക്കറ്റിൽ ഈ വാഹനം വിൽക്കുന്നത് 5,90,000 5-6 റേഞ്ചിലേക്ക് വിൽക്കുന്നത്. നമുക്ക് 5.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. പുത്തൻ ഇൻഷുറൻസ് എടുത്തു കൊടുക്കുക, സർവീസ് ബുക്ക്, പുത്തൻ ബാറ്ററി ഉണ്ട്, പുതിയ 4 ടയറും ഉണ്ട്. കസ്റ്റമർക്ക് 5.5 ലക്ഷം രൂപയിൽ നെഗോഷ്യബിൾ ആണ്. ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോൺ. ഇത് നമുക്ക് മാർക്കറ്റ് പ്രൈസിനേക്കാൾ 19 രൂപ കുറച്ച് ഇത് നമ്മൾ കൊടുക്കുന്നത്. അടുത്ത നമ്മള് ടൊയോട്ടന്റെ സ്വന്തം ഗ്ലാൻസ. ഇത് കസ്റ്റമറുമായി ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു. ഒരു കസ്റ്റമർ ഇതിന് ബുക്ക് ചെയ്തിട്ട് അവർ കൊടുക്കരുത് എന്ന് പറഞ്ഞ് ഗൾഫിൽ നിന്ന് പ്രതീക്ഷ വന്ന് അവർക്ക് ലോണ് പാസ്സായില്ല. പൈസ തിരിച്ചു തരണ്ടെന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ട് കൊടുത്തവർക്ക്. കാരണം നമ്മള് ബുദ്ധിമുട്ടാൻ ഒരുപാട് കസ്റ്റമർ മിസ്സായിരുന്നു. ഈ വണ്ടി വിറ്റോ ചോദിച്ചു ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. ഇത് ഓഫർ പ്രൈസ് ഇട്ടിരുന്ന വണ്ടിയെന്ന് അവർ വീഡിയോ കണ്ട് പിറ്റേ ദിവസം 25,000 രൂപ അഡ്വാൻസ് കിട്ടുന്നു. പിന്നെ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. ഒരുപാട് കസ്റ്റമറെ മിസ്സായിട്ടുണ്ട്. പരിപാടിയില്ല. ഇത് V ഓപ്ഷൻ ആട്ടോ. V ഓപ്ഷൻ വരുന്ന ഗ്ലാൻസ 7,40,000 രൂപക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. വണ്ടി നെഗോഷ്യബിൾ ആണ് റേറ്റ്. ഫുള്ള് ലോണും ചെയ്തെടുക്കാം. മേജർ ആക്സിഡന്റ്, മൈനർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഹൈ ക്വാളിറ്റി വണ്ടി. സിംഗിൾ ഓണർ വണ്ടി, സെക്കൻഡ് ഓണർ വണ്ടി. ഇനി 1.25 ലക്ഷം കിലോമീറ്റർ കൂടി കമ്പനി വാറണ്ടി ഓടിക്കാൻ പറ്റും. 2,25,000 കിലോമീറ്റർ കമ്പനി വാറണ്ടിയിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. പുഷ് ബട്ടൺ വരുന്നുണ്ട്, എയർ ബാഗ്, വീഡിയോ, എല്ലാ ഓപ്ഷനും വരുന്ന V ഓപ്ഷനാണ്. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ. മിറർ ഫോൾഡിങ്, പ്രൊജക്ടർ ലാമ്പ്, DRL, അതുപോലെ തന്നെ ഡയമണ്ട് കട്ട് വീല്, എല്ലാ ഓപ്ഷനും വരുന്ന റിവേഴ്സ് ക്യാമറ, സെൻസർ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി കാര്യങ്ങളൊക്കെ വരുന്ന നല്ല അട്രാക്റ്റീവ് കളറുള്ള വാഹനമാണ്. ഒരുപാട് ആളുകൾ ഇത് വിറ്റിട്ടുണ്ടോ എന്ന് ചോദിച്ച് വിളിച്ചിരുന്നു. പിന്നെ അവർക്ക് തിരിച്ചു വിളിക്കാനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നിലവിൽ വണ്ടി സ്റ്റോക്ക് ഉണ്ട്. ധൈര്യമായിട്ട് വിളിച്ചോളൂ. നല്ല ഓഫർ റേറ്റിന് കൊണ്ടുപോകാം. പുത്തൻ ഇൻഷുറൻസ് നിങ്ങൾക്ക് 1 ലക്ഷം കിലോമീറ്റർ, 2,20,000 കിലോമീറ്റർ കമ്പനി തന്നെ കമ്പനി വാറണ്ടിയിൽ പുതിയ കാർ എടുക്കുന്ന പോലെ ടെൻഷനില്ല എടുക്കാം. അതെ, നമുക്ക് ലോണ്
ലോണും ഫുൾ ലോണും ചെയ്യാം. ഒരു രൂപ മുടക്കും വേണ്ട, ഫുള്ള് ലോണും ചെയ്യാം. 750 സിബിൽ സ്കോറും ബാങ്കിങ്ങും ട്രാക്കും ഉണ്ടായാൽ മതി. സുഖസുന്ദരമായിട്ട് നമുക്ക് ലോൺ ചെയ്യാം. ഒരു കസ്റ്റമർ ഇതിന് ലോണിന് കൊടുത്തിക്കണ്. നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റിൽ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ അവർക്ക് ഫുൾ ലോണിനാണ് കൊടുത്തിട്ടുള്ളത്. പ്രതീക്ഷ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇത് 2018 മോഡല് ആക്റ്റീവ് XX-O വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാട്ടോ. i20 വണ്ടി റീപ്ലേസ്, ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഷോറൂം സർവീസ് മാത്രമുള്ള സിംഗിൾ ഓണർഷിപ്പ്, സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം. 6 എയർ ബാഗ്, പുഷ് ബട്ടന്, മൊത്തം അതിന്റെ ഉൾഭാഗമൊക്കെ ഫുള്ള് ബ്ലാക്ക് ആട്ടോ. റൂഫും ഡോർ പോസ്റ്റിലും അതുപോലെ തന്നെ സീറ്റ് കവറിലൊക്കെ എയർ ബാഗ് വരുന്ന വാഹനമാണ്. നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ്. ഒരു റീപ്ലേസ്, ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് 6,90,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. റേറ്റ് മാക്സിമം നെഗോഷ്യബിൾ ആണ്, കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. ലോണ് 7,00,000 രൂപ, 7,00,000 മുകളിൽ ലോണും ചെയ്യാം. അപ്പൊ നമുക്ക് എടുക്കുന്ന കസ്റ്റമർക്ക് ഒരു 10,30,000 രൂപ 750 സിബിൽ ഉണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ആ വണ്ടിയുടെ 90% നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അടുത്താണ് നമ്മള് മലബാറിസ് അന്വേഷിക്കുന്ന സിംഗിൾ ഓണർ. ഈ വണ്ടി എടുക്കുന്ന കസ്റ്റമർക്ക് 1,00,000 കിലോമീറ്റർ ഓടാനുള്ള ടയർ ഇപ്പൊ ഓണർ ചെയ്തിട്ടുണ്ട്. യോക്കോമന്റെ 1,00,000 വാറണ്ടി ഉള്ള ടയർ ചെയ്തിട്ടുണ്ട്. ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഡയമണ്ട് കട്ട് വീലും കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന തന്നെയാണ്. നല്ല ഹൈ ക്വാളിറ്റി ഒരു ലിവ. 2017 ലാസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് ആട്ടോ. സർവീസ് ഓൺഷിപ്പില് ലിവ അത് നമ്മുടെ കേരളമാണ്. ഒറിജിനൽ കേരള വണ്ടി. പ്രത്യേകം പറഞ്ഞാൽ റീവണ്ടിയിൽ ഒരുപാട് വരാറുണ്ട്. അതുകൊണ്ട് ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് വണ്ടി എടുക്കുന്ന ആൾക്ക് ഓയില് മാറുക മറ്റേ നമുക്കൊരു വണ്ടി സജസ്റ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധാരണക്കാരന് പറയാൻ പറ്റുന്ന ചോയ്സ് പറഞ്ഞാൽ ഈ സാധനത്തില് 1,00,000 2,00,000 3,00,000 ഒന്നും മേജർ സർവീസ് വരുന്നില്ല. ടൊയോട്ടക്കും ഹോണ്ടക്കൊന്നും അങ്ങനെ ഒരു കമ്പനി അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ചെയ്യുന്നില്ല. പിന്നെ നമ്മളെ ഉപയോഗത്തിന്റെ കംപ്ലൈന്റ് കാരണം വന്നാലുള്ള കംപ്ലൈന്റുകളേ ഉള്ളൂ. കാരണം നമ്മൾ ഓയിൽ മാറാതെ ഒരുപാട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 10,000 മുമ്പ് 10,000 മുന്നേ എപ്പോഴും ചെയ്യുക. ഇത് 2017 സിംഗിൾ ഓണർ, ഒറിജിനൽ പ്ലാറ്റിനം, ഒറിജിനൽ ഡുവൽ ടൂൺ ആണ്. കമ്പനി വന്നതാണ്, പെയിന്റ് അടിച്ചതല്ല. വരുന്ന വാഹനം ഡുവൽ എയർ ബാഗ്, ABS, അലോയ് വീല്, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്ന സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനം. 7,00,000 രൂപ നമ്മൾ ആവശ്യപ്പെട്ടുള്ളൂ. പുറത്തുള്ള ഡിമാൻഡ് ഒന്നും നമുക്ക് ഇവിടെ ഇല്ല. പുറത്തുണ്ടാവും 8,00,000 ഒക്കെ ചോദിക്കും. 7,50,000 ആണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ് റേറ്റ്. പുതിയ ഇൻഷുറൻസ് പ്രൈസിനേക്കാൾ 19 രൂപ നമ്മൾ കുറച്ചിട്ടുണ്ട്. മാർക്കറ്റ് പ്രൈസ് പറഞ്ഞാൽ ഈ വാഹനം പുത്തൻ വണ്ടി ഇറങ്ങുമ്പോൾ 8,45,000 രൂപ ഈ വണ്ടിക്ക് പുതിയ ഇപ്പോഴും ആളുകൾ 8, 10 എല്ലാം ഇത് ഈ വണ്ടി ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനം നിങ്ങൾക്ക് വെറും 7,00,000 നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഇനിയും കുറച്ചു കൊടുക്കും. ഡയറക്റ്റ് കസ്റ്റമർ ബയ്യർ വന്നോട്ടെ, മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഫോണിൽ വിളിച്ചിട്ട് എത്രക്ക് തരും എന്ന് ചോദിച്ച് നമുക്ക് ഒരുപാട് സമയം അതിന് സംസാരിക്കാൻ അല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യം, വണ്ടി വന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഓക്കെ അതിന് ശേഷം വിലക്കുമ്പോൾ നിങ്ങൾ തെറ്റിപ്പോവില്ല, അത് ഗ്യാരണ്ടിയാണ്. ലോൺ എത്ര ചെയ്യാൻ പറ്റും? ഇതിന് 6,15,000 രൂപ ലോൺ ചെയ്യാം. സിബിൽ സ്കോർ 750 ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ 90% ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്താണോ നമ്മളെ പെടവണ്ടിയിലെ വോക്സ്വാഗൻ പോളോ അത് റെഡ് 1.5 GT വരുന്ന എഞ്ചിന്, ഡീസൽ, അതായത് 4 സിലിണ്ടർ എഞ്ചിൻ വരുന്ന GT വരുന്ന എഞ്ചിനാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 2 പുത്തൻ ടയർ ഉണ്ട്. പുതിയ ഫസ്റ്റ് ക്ലാസ് 5,00,000 രൂപ ID വിട്ട് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ലോണിന് കൊടുത്തിരുന്നു. ചെറിയൊരു എമൗണ്ടിന്റെ പേരിൽ കസ്റ്റമർക്ക് മിസ്സായി പോയതാണ്. വേറെ റീപ്ലേസ്, ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. 1,15,000 കിലോമീറ്റർ ഓടിന്റെ ഡീസലിൽ 18-20 കിലോമീറ്റർ മൈലേജ് കിട്ടും. പെർഫോമൻസ് നമ്മൾ അത്ര പെർഫോമൻസിൽ ഓടിക്കുമ്പോൾ ഒരു 18 കിലോമീറ്റർ ലെവലിൽ കിട്ടുള്ളൂ. നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു GT തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. 1.5 4 സിലിണ്ടർ GT 15 ലാസ്റ്റ് ഫുൾ ഓൺ കിട്ടിയിരുന്നു ഈ 31-ാം തീയതി വരെ, മാർച്ച് 31-ാം തീയതി വരെ. ഇപ്പൊ ഗ്രിഡ് വാല്യൂ കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഈ വാഹനം 5,10,000 രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. അതേപോലെ തന്നെ
ഒരു 100% ലോൺ നമുക്ക് മാക്സിമം വാങ്ങിക്കാം കേട്ടോ. ട്രാക്ക് ഉണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതെ അതെ. അടുത്ത 3 കിട്ടുന്ന സെഡാനുകളാണ്. 3 അത്യാവശ്യം മൈലേജും കുറവുള്ള മെയിൻ്റെനൻസും കുറവുള്ള വാഹനങ്ങൾ. നമ്മള് ടൊയോട്ടനെ ആയിക്കോട്ടെ. ടൊയോട്ട അൾട്ടിസ് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ്. ഇത് പറയാൻ കാരണം അൾട്ടിസ് ഒരുപാട് റീവണ്ടികൾ വരാറുണ്ട്, അതുകൊണ്ടാണ് ഒറിജിനൽ രജിസ്ട്രേഷൻ പറയുന്നത്. ഫാൻസി നമ്പർ ആണ്, മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ ആണ്. വേറെ മേജർ ആക്സിഡന്റും മൈനർ ആക്സിഡന്റും റീപ്ലേസും ഫ്ലഡും കാര്യങ്ങളും ഒന്നും വാഹനത്തിലില്ല. നല്ല അടിപൊളി ടച്ച് സ്ക്രീനും 11 ഇഞ്ച് ടച്ച് സ്ക്രീന്, അടിപൊളി വീല്. ഇത് GL ആട്ടോ, ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്, GL ആണ്. കമ്പനി തന്നെ അലൈവിൽ വന്നത് അവര് മാറിയിട്ട് പുതിയ വീല് ചെയ്തതാണ് കേട്ടോ. 11 ലാസ്റ്റ് ഉള്ള വാഹനം. ഈ വാഹനം നമുക്ക് 4,75,000 രൂപയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ബെസ്റ്റ് പ്രൈസിന് കേരള രജിസ്ട്രേഷൻ വാഹനം കൊടുക്കാം. ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട്. GL അൾട്ടിസ് ന്യൂ മോഡലിൽ വരുന്ന വണ്ടിയാണ്. നമുക്ക് 4.25 ഒരു 3.5 വരെ ലോണും ചെയ്ത് കൊടുക്കാം. 3.5 വരെ നമുക്ക് ലോണും ചെയ്യാം. അപ്പൊ നമുക്ക് ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നല്ല ട്രാക്കിൽ നല്ലൊരു അടിപൊളി ഡീസലിന് നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവുള്ള വാഹനങ്ങളിൽ ഒന്നാണ്. ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഉള്ള വാഹനം. അത് നമുക്ക് ഒരു ചെറിയ വാഗ്നറിന് ഇപ്പൊ സത്യം പറഞ്ഞ ഒരു പുതിയ ഒരു അൾട്ട് ഇറക്കുന്ന പ്രൈസ് ഇപ്പൊ ഇതിനായിട്ടുള്ളൂ. അടുത്ത തവണ നമുക്ക് മൈലേജ് നോക്കുന്നവർക്ക് വീണ്ടും നല്ലൊരു മൈലേജും, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ലൈനിൽ പോകാനും ഫാമിലി യൂസിങ്ങും ഒരുമിച്ച് നോക്കുന്ന ആളുകളുണ്ട്. സ്പേസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്പേസ് വേറൊരു വണ്ടിക്ക് ഇല്ല. സെഡാൻ ടൈപ്പ് വാഹനത്തിൽ സ്പേസ് ഒക്കെ അത്യാവശ്യം ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. 2014 ഡിസംബർ ഒറിജിനൽ കേരള ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനമാണ്. ഇതിൽ കമ്പനി ലെതർ സീറ്റ് കമ്പനി വരുന്ന കേട്ടോ, പുറത്തുനിന്ന് ചെയ്തതല്ല, കമ്പനി ലെതർ സീറ്റ് വരുന്നതാണ്. ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ 2014 ഡിസംബർ XV പ്രീമിയം കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വാഹനം. 4 ടയർ, ഒരു 90% ടയർ ഉണ്ട്. ഇൻഷുറൻസ് ഇപ്പോ 7 മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. ലോൺ എടുക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ ഇൻഷുറൻസ് മാറ്റി എടുക്കേണ്ടി വരും, കാരണം തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പൊ നിലവിലുള്ളത്. ആക്കിയാൽ നമുക്ക് 3 ലക്ഷം to 3.5 ലക്ഷം വരെ ലോണും ചെയ്യാം. നമുക്ക് 3,90,000 രൂപ നമ്മൾ ചോദിക്കുന്ന റേറ്റ് മാക്സിമം നമുക്ക് കുറച്ചു കൊടുക്കാം. റീപ്ലേസ്, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല. നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ, ടച്ച് സ്ക്രീന്, വോളിയം കൺട്രോൾ എല്ലാം കമ്പനി തന്നെ വരുന്നത്. പ്ലസ് പോയിന്റ് ആണ് വണ്ടിക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് പക്ക കേരള വണ്ടിയാണ്. XV പ്രീമിയം ബട്ടൺ സ്റ്റാർട്ട്, പുഷ് ബട്ടൺ, കീലെസ് എൻട്രി ഒക്കെ വരുന്ന വാഹനമാണ്. 3,90,000 ആസ്കിങ്. 3.5 വരെ ലോണും ചെയ്ത് കൊടുക്കുക. ഇത് ഈ ന്യൂ മോഡലാട്ടോ വരുന്നത്. ന്യൂ മോഡലാണ്, ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വാഹനമാണ് കേട്ടോ. ഒന്നുകൂടി നമുക്കൊരു ഗ്രില്ലൊക്കെ ഒന്നുകൂടി വലുതായിട്ടുള്ള മറ്റു വണ്ടികളെക്കാളും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു നല്ലൊരു മോഡലാണ്. ഗ്രില്ലൊക്കെ ഒന്ന് വലിപ്പം കൂടിയിട്ടുണ്ട്. വെൻഡോ ഓട്ടോമാറ്റിക്. ഇത് ഓട്ടോമാറ്റിക്, അത് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു 4.5 ലക്ഷം രൂപക്ക് ഒരു ഓട്ടോമാറ്റിക് 1.2 ലിറ്റർ എഞ്ചിന്, DCT ഗിയർ ബോക്സ്, DST ഗിയർ ബോക്സ് വരുന്ന അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. 1.2 DST ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ് കേട്ടോ. വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. മെറ്റൽ ബോഡിയിലോ കമ്പറിൽ പോലും ഒരു റീപെയിന്റ് പോലും ചെയ്യാത്ത വാഹനമാണ് കേട്ടോ. വണ്ടി ബോഡി വെയിറ്റ് വോക്സ്വാഗനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഇത് ഇതിന്റെ ഒരു ഭാഗം നമുക്ക് ചിന്തിക്കാല്ല വണ്ടി. മേജർ ആക്സിഡന്റ്. നിങ്ങൾ ഈ വാഹനം ഇപ്പോ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്ലോറിലോട്ട് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അത് അതിന്റെ സർവീസ് ഷോറൂമിൽ നിന്ന് ചെയ്തിരുന്നു. അത് 16,000 കിലോമീറ്ററിൽ. ഫ്ലഡ് വണ്ടിയല്ല, സർവീസ് ചെയ്തിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. DCT ഗിയർ ബോക്സിലെ വെറും 58,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ് ഇത്. വാഹനം നമുക്ക് 4.5 ലക്ഷം രൂപക്ക് കൊടുക്കാം. നെഗോഷ്യബിൾ ആണ്. 3.25 ലക്ഷം വരെ ലോണും ചെയ്യാം. ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ കിട്ടില്ല വാഹനം. അടുത്ത നമ്മള് രാജാവ് അത് 48 KL 24G ഫാൻസി നമ്പറുള്ള ഒരു വാഹനം. ഒറിജിനൽ പക്ക കേരള രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പ്. കമ്പനി വരുന്ന TRD കിറ്റ്, DRL, ബാക്ക് DRL, ഫ്രണ്ട് DRL,
ഇതിന്റെ ടിക്കറ്റിന് ഏകദേശം നമുക്ക് ഏകദേശം 1,00,000 മുകളിൽ വരും. പിന്നെ ടിന്നിന്റെ സസ്പെൻഷന് കാര്യങ്ങളൊക്കെ, ഇതിന്റെ മൊത്തം റൂഫൊക്കെ ബ്ലാക്ക് ആക്കിയതാട്ടോ. റൂഫും സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട്, കസ്റ്റമർ ചെയ്തതാണ്. സസ്പെൻഷൻ ഏകദേശം നമുക്ക് അത് മാത്രം തന്നെ ഈ മോഡലിന് ഏകദേശം നമുക്ക് എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു 2,00,000 മുകളിൽ ടോട്ടൽ ഒരു 3,00,000 അടുത്ത് വരുന്നുണ്ട്. അതെ അതെ. ഉൾഭാഗം മൊത്തം ബക്കറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ബക്കറ്റ് സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള സിംഗിൾ ഓൺഷിപ്പ് ഉള്ള വാഹനം. ഒറിജിനൽ കേരള സിംഗിൾ ഓൺഷിപ്പ് 2 വീൽ ഓട്ടോമാറ്റിക്. 2 വീലിന് 5 സ്പീഡ് ഓട്ടോമാറ്റിക്. 5 സ്പീഡ് ഓട്ടോമാറ്റിക് ഒരുപാട് ആളുകൾ ചോദിച്ചു വിളിക്കാറുണ്ട്. അതും പക്കാ കേരള വണ്ടി. 2 പുത്തൻ ടയർ ഉണ്ട് കേട്ടോ. ഫ്രണ്ട് 2 പുത്തൻ ടയർ, ബാക്ക് ടയർ ഒരു 60%, 70%, അല്ലെ 90% അല്ല 85% ഉപയോഗിക്കാനുള്ള ടയർ ഫ്രണ്ടിലുണ്ട്, ബാക്കിലുണ്ട്. അതുപോലെ തന്നെ DRL, ഡയലൈറ്റ്, അതുപോലെ റണ്ണിങ് ലാമ്പ് ഇതൊക്കെ എക്സ്ട്രാ ചെയ്തതാണ്. ഫ്രണ്ടിൽ TRD കിറ്റ് വരുന്നുണ്ട്. മേജർ ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ബാക്കത്തെ ഡിക്കി മാത്രം കമ്പനിയിൽ നിന്ന് ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഉള്ളോട്ടോ അല്ലെങ്കിൽ ഡോർ പോസ്റ്റിലോട്ടോ കാര്യങ്ങളൊന്നും ക്ലെയിം ഇല്ല. സ്റ്റെയൊക്കെ എടുത്തിട്ട് പോന്നാൽ മതി. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഫോർച്യൂണർ 13 ലാസ്റ്റ് വാഹനം എത്ര റേറ്റിന് കൊടുക്കാൻ പറ്റും? നിലവിൽ മാർക്കറ്റ് റേറ്റ് 15,70,75,000 രൂപക്ക് വിറ്റോടുക്കുന്ന വാഹനമാണ്. ഇത്രയും ഫിറ്റിംഗ്സ് ഇല്ലാത്ത വണ്ടി കേട്ടോ. ഈ ഫിറ്റിംഗ്സോട് കൂടിയ വാഹനം നമുക്ക് വെറും 14,500,000 രൂപ കൊടുക്കാൻ പറ്റും. അത് നമ്മൾ മാർക്കറ്റ് പ്രൈസിനേക്കാളും എല്ലാം നമ്മൾ വില കൊടുക്കും. ഈ വാഹനത്രയും ക്വാളിറ്റി ഉള്ള ഫിറ്റിംഗ്സ് ഉള്ള വാഹനം എല്ലാവരും 16 to 17,00,000 രൂപയ്ക്ക് വിറ്റുകൊടുക്കുന്ന വാഹനമാണ്. ഡീലർമാർ കൊടുക്കുന്ന റേറ്റിന്, ഡീലർക്ക് കൊടുക്കുന്ന റേറ്റിന് നിങ്ങൾക്ക് തരാൻ പറ്റും. 14,500,000 രൂപ ഫൈനൽ റേറ്റ് ആണ്. അതിന് നെഗോഷ്യബിൾ ഇല്ല. ഇൻഷുറൻസ് 14,500,000 ID ഉണ്ട്. 9ാം മാസം 10ാം മാസം വരെ ഇൻഷുറൻസും ഉണ്ട്. 4 ടയർ ഒരു 90%, പുതിയ 2 ടയർ ഉണ്ട്. ബാക്ക് ടയർ ഒരു 85% ഉള്ളൂ. സ്റ്റെപ്പിന് ആവറേജ് ആണ്. സർവീസ് ബുക്ക് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനം 14,500,000 രൂപയിൽ 14,00,000 ലോൺ ചെയ്യാം. കൊടുക്കാതെ 17,00,000 രൂപ സിംഗിൾ ഓണറിൽ കേരള വണ്ടി. വേറെ എവിടെയും കിട്ടൂല. നിങ്ങൾ എവിടെ അന്വേഷിച്ചോളി, കേരളത്തിൽ എവിടെ അന്വേഷിച്ചോളി 14,500,000 രൂപ കിട്ടൂല. ഇത്രയും ഫിറ്റിംഗ്സ് ഉള്ള കേരള വണ്ടി. നമ്പർ വായിച്ചിട്ടില്ല, ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പോന്നാൽ മതി. ക്ലെയിം ഹിസ്റ്ററി നോക്കിക്കോളി, ഇൻഷുറൻസ് ഹിസ്റ്ററി നോക്കിക്കോളി, വണ്ടിയുടെ ഹിസ്റ്ററി നോക്കിക്കോളി. പക്കാ നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വാഹനം. ജീപ്പ് കോംപ്രസ്. ഇത് കണ്ടില്ലാന്ന് വെച്ചു നമ്മൾ അല്ലേ. ഇത് റെഡ് കളർ കേട്ടോ. ഒരുപാട് ആളുകൾ നമുക്ക് റെഡ് കളർ കോംപ്രസിന് വേണ്ടി ഒരു അമേരിക്കൻ ബ്രാൻഡ് ആഗ്രഹിക്കുന്നവർക്ക് അതും നല്ല ഓഫ് റോഡർ എന്ന് പറയാം. നല്ല പക്ക. നമ്മുടെ അടുത്ത് സിൽവർ, ബ്ലാക്ക്, വൈറ്റ് ഒക്കെ ജീപ്പ് കോംപ്രസ് വന്നിട്ടുണ്ട്. റെഡ് ആദ്യമായിട്ടാണ്. അന്ന് ഒരുപാട് ആളുകൾ വിളിച്ചു ചോദിച്ചു. അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഒരു വണ്ടി ഉണ്ടാകുമ്പോ അതിന്റെ ആ കളർ ഉണ്ടോന്നാ ചോദിക്കുള്ളൂ കസ്റ്റമർ. വൈറ്റ് ഉണ്ടായപ്പോ ബ്ലാക്ക് വേണം, ബ്ലാക്ക് ഉണ്ടായപ്പോ റെഡ് വേണം. അപ്പൊ നിങ്ങൾ റെഡ് വന്നുകള് നല്ലൊരു ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് ഇത്. നമുക്ക് ഇവിടെ ചോദിക്കുന്ന റേറ്റ് ഒക്കെ 12,500,000 രൂപ കേട്ടോ. റേസ് ബൈക്ക് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള സെക്കൻഡ് ഓണർഷിപ്പ് ഇപ്പൊ മാറിയിട്ടുള്ളൂ. ലിമിറ്റഡ് പക്കാ ഷോറൂം സർവീസ്. സെക്കൻഡ് ഓണർഷിപ്പ് താൽക്കാലികമായിട്ട് പേര് മാറിയതാണ്. മാറാതെ തരൂലെന്ന് പറഞ്ഞപ്പോ മാറിയതാണ്. RC കാര്യങ്ങളൊക്കെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട്. റീപ്ലേസ്, ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല. ഫുൾ ഷോറൂം സർവീസ് ഹിസ്റ്ററി ഉണ്ട്. 1,14,10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ലിമിറ്റഡ് 2.0 വരുന്ന ജീപ്പ് കോമ്പസ് റെഡ് കളറ്. അതും ഫുൾ കണ്ടീഷൻ. ഇതിന്റെ എഞ്ചിൻ റൂം ഒക്കെ പക്കാ നീറ്റാണ്. പുത്തൻ വണ്ടിയുടെ പോലെ തന്നെ ഉണ്ട്. ഈ വാഹനം നമുക്ക് 12,500 ചോദിക്കുന്ന റേറ്റ് 12 രൂപയ്ക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. നമുക്ക് ട്രാക്ക് ഉണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ 13,00,000 വരെ ലോണും ചെയ്യാം. 1,00,000 രൂപ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കൊണ്ടുപോകാം. IT ഉള്ള ആളുകൾക്ക് മാത്രമേ 10ന്റെ മുകൾക്ക് ലോൺ കിട്ടുള്ളൂ. അത് ഉണ്ടെങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 10,00,000 വരെ ലോൺ സുഖമായിട്ട് കിട്ടും. ഇനി 10 11 രൂപ നമുക്ക് മാക്സിമം പറഞ്ഞിട്ട് സെറ്റ് ആക്കാം. വേറെ ബാങ്കിൽ കൊടുത്തിട്ട് ഓഫർ റേറ്റിന് 12,00,000 രൂപയ്ക്ക് ജീപ്പ് കോമ്പസ് ലിമിറ്റഡ് സിംഗിൾ ഓണർഷിപ്പ്, സെക്കൻഡ് ഓണർഷിപ്പ്, ഒരു റീപ്ലേസ് ഇല്ലാത്ത, ഫ്ലഡ് ഇല്ലാത്ത, ആക്സിഡന്റ് ഇല്ലാത്ത, ക്ലെയിം ഇല്ലാത്ത വാഹനം കേട്ടോ. ഈ വാഹനം 12 രൂപയാണ് കുറച്ച് കൊടുക്കാം. അടുത്ത നമ്മളെ സ്വന്തം രാജാവ്. എല്ലാ രാജാക്കന്മാരും ഒരു കൊടക്കീലാണ്. എല്ലാ ടോപ്പിന്റെ മോഡൽ. ഇപ്പൊ ഫോർഡിലാണെങ്കിൽ ഈ വാഹനത്തിനെ കഴിഞ്ഞിട്ടുള്ളൂ. ജീപ്പിലാണെങ്കിൽ കോമ്പസിനെ കഴിഞ്ഞിട്ടുള്ളൂ. അതുപോലെ ടൊയോട്ടയിലാണെങ്കിൽ ഫോർച്യൂണറിനെ കഴിഞ്ഞിട്ടുള്ളൂ. ആ 3 വണ്ടികൾ ഒരു കൊടക്കീലാണ്. എല്ലാ വാഹനങ്ങളും ഇത് 4 വീൽ ഡ്രൈവ്
4x4 ഓട്ടോമാറ്റിക് പനോരമിക് സൺറൂഫ് ഒക്കെ വരുന്ന വാഹനം. അതും ഫുൾ ബ്ലാക്ക് വണ്ടി, ടോപ്പ് ആൻഡ് ഓപ്ഷൻ വരുന്ന വാഹനം കേട്ടോ. ബ്ലാക്കില് ഒരു കിഡിലം വണ്ടി അല്ലെ, പനോരമിക് സൺറൂഫ്. മസ്താങ്, ഫോർഡ് മസ്താങ്ങിന്റെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇതിന്റെ മറ്റേ ഫ്രണ്ട് ഗ്രില്ലുണ്ട് കേട്ടോ, അതിന്റെ ഉൾഭാഗത്തുണ്ട്. അത് ഞാൻ ഫിറ്റ് ആക്കിയിട്ടില്ല. എല്ലാരും പറഞ്ഞു ഇതിന്റെ ഒറിജിനാലിറ്റി തന്നെ കാണാൻ അതിന്റെ ഭംഗി എന്ന് പറഞ്ഞു. 2021 നമ്പർ. 2016 11 മാസം 3rd ഓണർഷിപ്പ് ഉള്ള വാഹനമാണ് ഇത്. ഈ വാഹനം നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കൊടുന്നിട്ട സമയത്ത് കേരള വണ്ടി എന്ന് പറഞ്ഞിട്ട് വണ്ടി കൊടുന്നിട്ടിരുന്നത്. പക്ഷെ അത് 17 വണ്ടി ഇങ്ങോട്ട് വന്നതാണ്. റീവണ്ടിയാണ്. അതായത് അവിടുന്ന് ഇങ്ങോട്ട് പോന്നതാണ്. 2018 ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. 2018 മുതൽ കേരളത്തില് ഓടിയുന്ന വണ്ടി, ഇവിടെ ഓടിക്കളിക്കുന്ന വണ്ടിയാണ്. അത് 2016 ലാസ്റ്റ് 3rd ഓണർഷിപ്പ് ആണ്. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് 17 ലക്ഷം രൂപ IDV വാല്യൂ ഉണ്ട്. 19 നമ്മൾ ഈ വണ്ടിക്ക് ചോദിച്ചിരുന്ന റേറ്റ്. നമുക്ക് 19ന്റെ ലെവലിൽ നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും കേട്ടോ. 39,000 കിലോമീറ്റർ ഈ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. 39,000 കിലോമീറ്റർ. 4 പുത്തൻ ടയർ. സ്റ്റെപ്പിനിയുടെ കണ്ടീഷൻ നോക്കിയിട്ടില്ല. 4 പുതിയ ടയർ, സിയറ്റിന്റെ പുതിയ ടയർ കയറ്റിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. പക്ഷെ ഈ പമ്പർ ഒരു വട്ടം തട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എയർ ബാഗ് റിമൂവ് ആയിരുന്നു, അത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇൻഷുറൻസിൽ ഞാൻ ക്ലെയിം ഹിസ്റ്ററി നോക്കി. അവിടുത്തെ ഇൻഷുറൻസിലും ഇവിടുത്തെ ഇൻഷുറൻസ് 5 കൊല്ലമായിട്ട് ഇവിടെ ക്ലെയിമും കാര്യങ്ങളൊന്നും നിലവിൽ വണ്ടിക്കില്ല. മസ്താങ്ങിന്റെ ഹെഡ്ലൈറ്റ്, 39,000 കിലോമീറ്റർ, ബ്ലാക്ക് എഡിഷനിൽ, സൺറൂഫ്, 4x4 ഓട്ടോമാറ്റിക്കിലുള്ള വാഹനം. വെറും 19 ലക്ഷം രൂപക്ക് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. നെഗോഷ്യബിൾ ആണ് റേറ്റ്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ വണ്ടിയൊക്കെ ഡൽഹിയിൽ പോലും അവിടെ 17 ലക്ഷം രൂപ 18 ലക്ഷം രൂപ അവിടെ കൊടുക്കണം. ഇങ്ങോട്ട് എത്തിച്ചിട്ട് ഇവിടെ ടാക്സ് 7 ലക്ഷം രൂപ 6 ലക്ഷം രൂപ ടാക്സ് അടക്കണം. അപ്പൊ കസ്റ്റമർക്ക് എന്താണെങ്കിലും 21 ലക്ഷം രൂപന്റെ മുകളിൽ വണ്ടിക്ക് വില വരും. 21 അല്ല, 22 ലക്ഷം രൂപന്റെ അടുത്ത് വരും. കേരളത്തിലോട്ട് എല്ലാം ഓക്കെ ആണ്. ഇത് അങ്ങനെ യൂസ് ചെയ്യുന്ന ആളുകളല്ല, നല്ല ക്വാളിറ്റിയിൽ യൂസ് ചെയ്ത ആളുകളാണ്. ഇത് നമുക്ക് വരും 19 രൂപക്ക് 4x4 ഓട്ടോമാറ്റിക്, എല്ലാം നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വാഹനം. അതാണ് നമുക്കൊരു കിട്ടുന്ന ഹൈലൈറ്റ് വണ്ടി. മാരുതിയിൽ നമ്മളൊരു SUV നമ്മൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ചോയ്സ് മാരുതിയിൽ. ഏറ്റവും കൂടുതൽ പ്രീമിയം കാറ്റഗറി വണ്ടിയിൽ, പ്രീമിയം കാറ്റഗറി തന്നെ പറയാൻ പറ്റുന്ന വാഹനം. അതും കേരളത്തിൽ തന്നെ ഒരു കുറഞ്ഞ വണ്ടികളെ ആകെ ഇറങ്ങിയിട്ടുള്ളൂ. വിലയുള്ളാവുന്ന വണ്ടികൾ മാത്രം ഇറങ്ങിയിട്ടുള്ള ഓട്ടോമാറ്റിക്കലി വാഹനം. 10,000 കിലോമീറ്റർ, 2.5 വർഷം കമ്പനി വാറണ്ടി, 2.5 വർഷം കമ്പനി വാറണ്ടി. 10,000 കിലോമീറ്റർ ഓടിയ ഈ ഒരു ഓട്ടോമാറ്റിക് ഉള്ള വാഹനം കേരളത്തിൽ തപ്പി തെരഞ്ഞാൽ കിട്ടൂല. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം ഞാൻ ഈ വണ്ടി എടുക്കാൻ വേണ്ടി നോക്കിയപ്പോ കേരളത്തിൽ ആകെ ഒറ്റ വണ്ടി പോലും സെയിലായിട്ടില്ല. OLX-ലല്ല, മാർക്കറ്റ് പ്ലേസിലും OLX-ലും അതുപോലെ തന്നെ യൂസ്ഡ് കാറുകളുടെ ഷോപ്പുകളിലൊന്നും ഓട്ടോമാറ്റിക്കിലുള്ള ഈ വാഹനം നിങ്ങൾ കാണിച്ചു തരാണെങ്കിൽ നമ്മൾ എടുക്കും. ഞാൻ ഇതിന്റെ റേറ്റ് എങ്ങനെ, മാർക്കറ്റ് എങ്ങനെ അന്വേഷിച്ചപ്പോ എല്ലാവരും ചോദിക്കുന്നത് പുത്ത വണ്ടിക്ക് 16 സംതിങ് വില വന്നിട്ടുള്ള വാഹനമാണ്. ഇത് വെറും 10,000 കിലോമീറ്റർ ഓടിയ എസ്ക്രോസ് ഓട്ടോമാറ്റിക് ഹൈബ്രിഡ് വാഹനം. മൈലേജ് ഉണ്ടാവും. 18 കിലോമീറ്റർ മൈലേജ്. കമ്പനിയിൽ ഇപ്പൊ സർവീസ് ചെയ്തിട്ടാണ് നമ്മൾ താക്കോല് വാങ്ങുന്നത്. 1.3 ആണ്, 1.5. അപ്പൊ നല്ല പെർഫോമൻസ് ആവശ്യമില്ല. മൈലേജ് ഒന്നുകൂടി കൂട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ക്രൂസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന വാഹനം. ടച്ച് സ്ക്രീന്, റിവേഴ്സ് ക്യാം, ഇതില് നമുക്ക് AT ഗിയർ ബോക്സ് എല്ലാം വരുന്ന ഓപ്ഷനാണ്. സാധാരണ AMT അല്ല, ലാഗിങ് ഉണ്ടാവൂല, നല്ല മൈലേജ് പെർഫോമൻസും സ്പോർട്സ് മോഡും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. ഡ്രൈവർ സൈഡ് വേണമെങ്കിൽ ഡ്രൈവർക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, ഹൈറ്റ് കുറക്കാം, സ്റ്റാർട്ട്, കീലെസ് എൻട്രി. പിന്നെ എന്തിനാ പറയുന്നത്, 2.5 കൊല്ലം കമ്പനി തന്നെ വാറന്റി കൊടുക്കുന്നുണ്ട്. ഞാൻ എന്തും പറയേണ്ട ആവശ്യമില്ല. 10,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. പുത്തൻ വണ്ടിയേക്കാളും ഇപ്പൊ നിലവിൽ എല്ലാവരും ചോദിക്കുന്ന റേറ്റിനോട് പറഞ്ഞത് 12.5 ലക്ഷം രൂപ ചോദിച്ച് വിൽക്കാന്ന് പറഞ്ഞ വണ്ടിയാണിത്. ഞാൻ വെറും 10.5 ലക്ഷം രൂപ ചോദിക്കുന്നത്. 2 ലക്ഷം രൂപ ഞാൻ 12.5 ലക്ഷം രൂപ ചോദിച്ചു വിൽക്കാവുന്ന വണ്ടി എന്നോട് എല്ലാ ഡീലർമാരും വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞത്. ഞാൻ ഈ വണ്ടി വിൽക്കാൻ പോകുന്നത് വെറും 10,50,000 രൂപയാണ്. കുറച്ചു കൊടുക്കും റേറ്റ് കേട്ടോ. മാർക്കറ്റിനേക്കാൾ നമ്മൾ മാക്സിമം ആളുകൾക്ക് പുതിയ പമ്പറ്റും ഫസ്റ്റ് ക്ലാസ് അല്ല, കമ്പനി പമ്പറ്റും ഇൻഷുറൻസ്, സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി, സിംഗിൾ ഓണർ,
ഇവര് പുത്തൻ വണ്ടി എടുക്കുന്നത് റെഡി പൈസയും കൊടുത്താണ്, ലോണും കൂടി എടുത്തിട്ടല്ല. ഫുൾ ക്യാഷ് കൊടുത്ത് എടുത്ത കസ്റ്റമറാണ്. ഒരു ഫുള്ള് കമ്പനി സർവീസ്, കമ്പനി വാറണ്ടി എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അധികം പറഞ്ഞാൽ വെറുതെ ബുദ്ധിമുട്ടാക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? 10.5 ലക്ഷം അല്ല, 12 ലക്ഷത്തിന്റെ അടുത്ത് ലോണും ചെയ്യാം. ഐ.ടി ഉണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ 10 ലക്ഷത്തിനുള്ളിൽ 9.99 വരെ ചെയ്യാൻ ഐ.ടി വേണ്ട. എല്ലാ ബാങ്കിലും ഐ.ടി നിർബന്ധമില്ല. ചില ബാങ്കിൽ 15 വരെ ലോൺ കിട്ടും. അപ്പൊ ആ വണ്ടിക്ക് ആ ബാങ്കിൽ ഗ്രിഡ് ഉണ്ടാവില്ല. ഓരോ ഇതിനും നമ്മൾ നോക്കണം. അടുത്ത തവണ വീണ്ടും നമ്മളൊരു ഫോർച്യൂണർ, ഈ ഫോർച്യൂണർ നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു. ആ വീഡിയോ കണ്ട് 2 പാർട്ടിക്കാർ എനിക്ക് ലോൺ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഈ 2 പാർട്ടിക്കാരും ലോൺ റണ്ണിങ്ങിൽ ലോണിന്റെ കാര്യം ഒന്ന് അൺലോക്ക് ചെയ്താണ്. ഫസ്റ്റ് തന്നെ അതിന്റെ ഒരു ഇതാണ് കണ്ടോട്ടെ. അതെ. ഇത് 2000 ഇതിന്റെ നമ്മൾ സ്റ്റെപ്പ് ജസ്റ്റ് അൺലോക്ക് ചെയ്താൽ തന്നെ 10 ലക്ഷം രൂപന്റെ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയാണിത്. ഈ ഫിറ്റിംഗ്സ് ഒക്കെ 10 ലക്ഷം രൂപന്റെ ഫിറ്റിംഗ്സും കാര്യം. ഇത് TRD കിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ടിന്നിന്റെ സസ്പെൻഷൻ, ഇത് 3.5 ലക്ഷം രൂപന്റെ ടിന്നിന്റെ സസ്പെൻഷനും, ടെസ്ലന്റെ സ്ക്രീന്, അതുപോലെ തന്നെ BMW ടൈപ്പ് കീ എല്ലാം വരുന്ന 4x4 ഓട്ടോമാറ്റിക്. ഇതിന്റെ മറ്റേ കീ ആണ് ചാർജ് ഇട്ടിരിക്കുന്നത്. 4x4 ഓട്ടോമാറ്റിക് കേട്ടോ. അതും പക്കാ കേരള വാഹനം. കേരള വാഹനം നമുക്ക് കൊടുത്തിട്ടിട്ടുണ്ട്, ലോൺ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ 10 ലക്ഷത്തിന്റെ മുകളിലുള്ള വണ്ടികളൊക്കെ ആകുമ്പോൾ കുറച്ച് പ്രീമിയം കസ്റ്റമർ ആണ് ഉണ്ടാകുക. അവർക്ക് അത് കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയെന്ന് ബാങ്കുകാർ നല്ലോണം ചെക്ക് ചെയ്തിട്ട് കൊടുക്കുള്ളൂ. കാരണം സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിന് തിരിച്ചടവിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് അവർ നല്ലോണം ചെക്ക് ചെയ്യും. ഇതിങ്ങനെ തുറക്കുമ്പോൾ തന്നെ ഈ സ്റ്റെപ്പ് താഴോട്ട് വരും, അടച്ചു കഴിഞ്ഞാൽ ക്ലോസ് ആവും. ഇത് 10 ലക്ഷം രൂപന്റെ ഫിറ്റിംഗ്സ് ഉള്ള ഫോർച്യൂണർ 19 മോഡല് പക്കാ കേരള വണ്ടി. TRD കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കിലെ ടൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇതൊക്കെ മാറ്റി ഒരു നല്ല റണ്ണിങ് ലാമ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനമാണ്. ഇത് നമ്മൾ 37 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന റേറ്റ്. നെഗോഷ്യബിൾ റേറ്റ് ആണ്. എല്ലാവർക്കും ഓഫർ. ഈ വണ്ടിക്ക് പുറത്ത് ഡീലർമാരും പുറത്തുള്ള ഷോപ്പിലും കാര്യങ്ങളൊക്കെ ചോദിക്കുക 42 ലക്ഷം 40 ലക്ഷം രൂപ വിൽപ്പനകളില്ലാതെ. ഇത് നമുക്ക് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. അപ്പോൾ കസ്റ്റമർക്ക് നേരിട്ടുള്ള സെല്ലിംഗ് ആണ്. മാക്സിമം റേറ്റ് കുറച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ബെറ്റർ ഓപ്ഷൻ ആണ്. നിലവിൽ 2 ആൾക്ക് ലോണിന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കൺഫേം ആകണമെങ്കിൽ അവർക്ക് കൊടുക്കും വണ്ടി. അല്ലെങ്കിൽ നമുക്ക് വിളിച്ചോളൂ, നമുക്ക് സെറ്റ് ചെയ്യാം. വീണ്ടും നമ്മള് എല്ലാ ബ്രാൻഡിന്റെ രാജാക്കന്മാരുടെ ടാറ്റന്റെ രാജാവ് ഇവിടെ കിടക്കുന്നുണ്ട്. ടാറ്റയിലെ ആരിയർ, റേഞ്ച് റോവറിന്റെ അപരൻ എന്ന് വിളിക്കപ്പെടുന്ന വണ്ടി. അതായത് ടാറ്റ റേഞ്ച് റോവർ ഏറ്റെടുത്ത് കാണാണ് ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം ചെയ്യുന്നത്. അതും 2.0 വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് എക്സെറ്റ് പ്ലസ്. അന്ന് 19 ഈ വണ്ടിയിൽ സൺറൂഫ് വന്നിട്ടില്ല. ഇന്നിപ്പോ ഈ 20-ലും 20-ലാണ് സൺറൂഫ് വന്നിട്ടുള്ളത്. ഇത് നിലവില് 2019 മോഡല് ഏറ്റവും ടോപ്പ് എൻഡ് മോഡല് ഡീസൽ ആട്ടോ. വെറും 90,000 ഡീസൽ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. പെട്രോൾ ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ആണ്. 2.0 17 കിലോമീറ്റർ മൈലേജും 17 വരെ കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വാഹനമാണ്. നിലവിൽ ഒരു ക്ലെയിമും ഇല്ല. 15 വർഷം ID ഉള്ള ഇൻഷുറൻസ് ട്രിപ്പ് ഒക്കെ അടിച്ചാണ് നമുക്ക് ഹിറ്റാക്കി തന്ന വണ്ടിയാണ്. നല്ല യാത്ര കംഫർട്ടാണ് വണ്ടി. ഒരു ഫാമിലി ആയിട്ട് ഫോർച്യൂണറിന്റെ ഹൈറ്റും അതിന്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിലുണ്ട്. ഉൾഭാഗമൊക്കെ പക്കാ കണ്ടീഷനാണ്. 10 എയർ ബാഗ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വരുന്ന ഈ ഒരു ആരിയറിന് നമുക്ക് വെറും 12.5 ലക്ഷം രൂപ ചോദിക്കുന്നത്. ഫുള്ള് ലോണും ചെയ്യാം. കസ്റ്റമർ നല്ലതാണെങ്കിൽ അതിനും കൂടുതൽ ലോൺ കിട്ടും കേട്ടോ. ക്യാഷ് ബാക്കിന് തന്നെ ഓപ്ഷനുള്ള നല്ലൊരു അടിപൊളി ഓപ്ഷനുള്ള വാഹനമാണ്. അടുത്ത തവണ നമുക്ക് ഇനി തവണ ഡസ്റ്റർ ആണ്. നമുക്ക് ഇന്ത്യയിൽ ശരിക്കും ഒരു SUV വിപ്ലവം. കോമ്പാക്ട് XUV വിപ്ലവം സൃഷ്ടിച്ച വാഹനം. ഈ കോമ്പാക്ട് XUV ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ പരിചയപ്പെടുത്തിയ വാഹനം ഡസ്റ്റർ തന്നെയാണ്. ഇത് ഒന്ന് ഓട്ടോമാറ്റിക്, ഒന്ന് മാനുവല്. ഇത് രണ്ടും RXZ ആണ്. ഏറ്റവും ടോപ്പ് എൻഡ്. രണ്ടും സിംഗിൾ ഓണർഷിപ്പ് ആണ്. രണ്ടും കമ്പനി സർവീസ് ആണ്. ഒരു ക്ലെയിമും റീപെയിന്റ് പോലും ചെയ്യാത്ത 2 വാഹനങ്ങളാണ്. പമ്പറിൽ പോലും റീപെയിന്റിങ് ചെയ്തിട്ടില്ല. ഇതൊക്കെ നമ്മൾ സർട്ടിഫൈഡ് ചെയ്തിട്ടാ പറയുന്നത്, അല്ല വെറുതെ കൊണ്ട് പറഞ്ഞ വിടില്ല. 4 പുത്തൻ ടയറുള്ള വാഹനമാണ് ഈ ഓട്ടോമാറ്റിക്. 16 ലാസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് RXZ. ഇതിൽ AMT ആട്ടോ ഗിയർ ബോക്സ് വരുന്നത്, CVT അല്ല. ചെറിയ ഡീസൽ വണ്ടിയിൽ അത്യാവശ്യം നല്ല
മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവുള്ള വാഹനം. കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് മാനുവൽ ആയിട്ട് യൂസ് ചെയ്യാം, മാനുവൽ ആയിട്ട് യൂസ് ചെയ്യാം. മാനുവൽ അതുപോലെ തന്നെ നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടും. മെയിൻ്റെനൻസ് കുറവാണ്, മൈലേജ് കൂടുതലാണ്. അതുപോലെ തന്നെ വണ്ടി ഓട്ടോമാറ്റിക് ആകുമ്പോൾ വലിയ ലാഗിങ് ഒന്നും ഇല്ലെങ്കിലും ചെറിയൊരു ലാഗിങ് ഉണ്ടാകും. ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഇതിൽ ഉണ്ടാവില്ല. ഇതിന് നമുക്ക് പിന്നെ 85 PS ആണോ? അല്ല, 1 ടണ്ണിൽ ഓട്ടോമാറ്റിക് വന്നിട്ടുള്ളൂ. 1 ടണ്ണിൽ കംപ്ലൈന്റ് ഉള്ള വണ്ടി മാനുവലിലാണ്. ഓട്ടോമാറ്റിക്കിന് കംപ്ലൈന്റ് കുറവാണ്, താരതമ്യേന കുറവാണ്. കാരണം നമ്മളല്ല ഇതിന് ഗിയർ മാറുന്നത്, അതിന്റെ കണ്ടീഷനിലേ മാറുള്ളൂ. പിന്നെ എപ്പോഴും 1 ടൺ ഉപയോഗിക്കുന്ന ആളാണെങ്കിലും 85 ഉപയോഗിക്കുന്ന ആളാണെങ്കിലും ഏത് ഡീസൽ വണ്ടി ഉപയോഗിക്കുന്ന ആളാണെങ്കിലും ഒരു ഹാഫ് ടാങ്ക് ഡീസൽ എപ്പോഴും കീപ്പ് ചെയ്ത് യൂസ് ചെയ്യുക. ഇപ്പോൾ വരുന്നതെല്ലാം ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ്. ഇനി ബൈക്കിലാണെങ്കിലും എപ്പോഴും ഒരു ഹാഫ് ടാങ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ കംപ്ലൈന്റ് ഒന്നും വരും. പുതിയ ബൈക്കിലൊക്കെ ആളുകൾക്ക് അറിയാം, ചെറിയ പിന്നെ എണ്ണ അടിച്ചു കൊടുക്കുന്നവർക്ക് ഇടയിൽ വണ്ടി എണ്ണ ഉണ്ടെങ്കിൽ ഒരു ഓഫ് ആവുന്ന സിസ്റ്റം, അത് നമുക്ക് ശരിക്കും കറക്റ്റ് ഫ്യൂൽ അതിൽ മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കുക. അത് അങ്ങനെ പറഞ്ഞു തരുന്നെങ്കിൽ നിങ്ങൾക്കത് അറിവില്ലാത്തതുകൊണ്ടാണ് കംപ്ലൈന്റ് കൂടുതൽ വരുന്നത്. ഈ വണ്ടിക്ക് നിലവിലൊരു കംപ്ലൈന്റ് ഇല്ല. ഇപ്പൊ സർവീസ് ചെയ്ത് ഷോറൂമിൽ നിന്ന് 45,000 രൂപ അതിന്റെ AMT കിറ്റും കാര്യങ്ങളൊക്കെ ഷോറൂമിൽ തന്നെ കമ്പനി വാറണ്ടിയിൽ മാറ്റി ഇപ്പൊ വാങ്ങിയിട്ടുള്ളവര്. പ്രോപ്പർ സർവീസ് അല്ല, സിംഗിൾ ഓണർഷിപ്പ്, സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവിയൊക്കെയുള്ള വാഹനം 7,20,000 ഒക്കെ നമ്മൾ ചോദിച്ചിരുന്ന റേറ്റ് ആണ്. ഇതിന്റെ ഒരു ഗ്രേ കളർ വണ്ടി ഇപ്പൊ ഞാൻ എടുത്തിട്ടുണ്ട്, നാളെ ഡെലിവറി കിട്ടും. ആ വാഹനം 7,40, ഈ വാഹനം 6,90. 17 ആണത്, ഇത് 16 ലാസ്റ്റ് ആണ്. ലോണ് ഫുള്ള് ലോൺ, രണ്ടിനും ഫുള്ള് ലോൺ ചെയ്യും. ഇത് രണ്ടും ഫുൾ ലോൺ. ഇത് എത്ര ഏതായിരുന്നു PS? ഇത് 85 മാനുവല് RXZ സിംഗിൾ ഓണർഷിപ്പ് 2019 മോഡല് 70,000 കിലോമീറ്റർ. വണ്ടി ഒന്നും പറയാല്ല വണ്ടിനെ പറ്റി. കസ്റ്റമർക്ക് ഇപ്പൊ സർവീസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇട്ടിട്ടുള്ളൂ. ഷോറൂമിൽ നിന്ന് സർവീസ്, പുറത്തുനിന്നല്ല കേട്ടോ, ഷോറൂം സർവീസ് കഴിഞ്ഞ് ഇട്ടിട്ടുള്ളൂ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്, ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്. ഇതിന് തന്നെ എല്ലാ ഫീച്ചേഴ്സും പുഷ് ബട്ടൺ അല്ലാത്ത എല്ലാ ഫീച്ചേഴ്സും കമ്പനി തന്നെ കൊടുക്കുന്നുണ്ട്. കമ്പനി തന്നെ പുഷ് ബട്ടൺ കൊടുത്തിട്ടില്ല ഇതിന്. നാവിഗേഷന്, GPS എല്ലാ ഓപ്ഷനും വരുന്ന വാഹനം. ഫ്രണ്ട് 2 പുത്തൻ ടയറുണ്ട്, ബാക്കിലൊരു 80% ടയർ ബാക്കിലുണ്ട്. ഇതില് കോണ്ടിനെന്റലിന്റെ ടയറാണ്, ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ആണ്. 9 ലക്ഷം നമ്മൾ ചോദിച്ചിരുന്ന റേറ്റ് 8,90 ആണ് ഫൈനലാക്കി പറഞ്ഞത്. നെഗോഷ്യബിൾ ആണ്. RXZ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്ട്രാ പറയേണ്ട ആവശ്യമില്ല. ഏറ്റവും ടോപ്പ് എൻഡ് ക്രൂസ് കൺട്രോൾ അടക്കം വരുന്ന വണ്ടി. ഇറക്കിയിട്ടില്ല. അത് നല്ല 8,90 ആണ്. നെഗോഷ്യബിൾ ആണ്. അടുത്ത എല്ലാവരും നോക്കുന്ന കിയ. കിയയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ കിയ എല്ലാവർക്കും വേണ്ടെന്ന് പറയാൻ കിയൊക്കെ റേറ്റ് കൂടുതലാണ്. സ്റ്റാർട്ടിങ്ങിന് ഇത് നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് വെറും 7,70,000 ആണ് ചോദിക്കുന്നത്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ 2021 മോഡല്, ഫുൾ കമ്പനിന്ന് മാത്രം ഹിസ്റ്ററി ഉള്ള വണ്ടി. 21 രജിസ്റ്റർ, 20 മോഡല്, 21 2ാം മാസമാണ് ഡെലിവറി രജിസ്റ്റർ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. നല്ല ക്വാളിറ്റി ഉള്ള വാഹനം. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും കിയയിൽ ഉണ്ടാവില്ല. നമുക്ക് സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ്, ഓട്ടോ AC, ടച്ച് സ്ക്രീൻ, അങ്ങനെ A to Z കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന ഒരു കിഡ്ലം വാഹനം. അതും വൈറ്റ് കളറിൽ. ഇതിനൊരു മൈനസ് പോയിന്റ് ഉള്ളത് ഈ ഒരു ബോണ്ട് മാത്രം റീപ്ലേസ് ആണ്. വെറും ഇൻഷുറൻസിൽ ആകെ 60 രൂപന്റെ ക്ലെയിം ഉള്ളൂ. ഫ്രണ്ട് ഇടിച്ചിട്ട് ഗ്രില്ല്, അപ്രോണ് അതൊന്നും മാറിയിട്ടില്ല. ഈ ബോണ്ടും മാറി പെയിന്റ് അടിച്ചു. അത് കമ്പനി തന്നെയാണ്. ഹിസ്റ്ററി ഉണ്ട്, ധൈര്യപ്പെട്ടെടുക്കുക. പുറത്തുനിന്നല്ല, മാനുവൽ ആണ്. 2021 രജിസ്റ്റർ വരുന്ന കിയക്ക് എല്ലാവരുടെ കയ്യിലും ചോദിക്കുന്ന റേറ്റ് വരിക എങ്ങനെ പോയാലും 9 ലക്ഷം, 9,90, 10 ആ റേഞ്ചിൽ വരിക. 7,25 ലക്ഷമാണ് ചോദിക്കുന്നത്. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. KL 11 വരുന്ന വണ്ടിയാണ്. ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ട് പോന്നാൽ മതി. ഇൻഷുറൻസിലും ക്ലെയിം ഹിസ്റ്ററി നോക്കിക്കോളൂ, വണ്ടിയുടെ ഹിസ്റ്ററി നോക്കിക്കോളൂ. എല്ലാ ഭാഗവും ഓക്കെ ഉള്ള വണ്ടി നമുക്ക് 7,25 ലക്ഷം രൂപ കൊടുക്കാം. 7,25 ലക്ഷം രൂപയിൽ 7,25 ലക്ഷം തന്നെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഫുള്ള് ലോണും ചെയ്യാൻ പറ്റും. നല്ലൊരു കിയ. അതും പുറത്തുനിന്ന് സർവീസ് ചെയ്തിട്ടില്ല, പുറത്തുനിന്നുള്ള ക്ലെയിം അല്ല, കമ്പനിയിൽ നിന്നുള്ള ക്ലെയിം ആണ്. ധൈര്യപ്പെട്ടെടുക്കാം. ഫ്രണ്ട്സ്, അപ്പൊ അതാണ് നമ്മളൊരു ഫസ്റ്റ് പാർട്ട് ഇവിടെ താൽക്കാലികമായിട്ട് ഇങ്ങനെ നിർത്തുകയാണ്. അപ്പൊ നമുക്ക് ഇതിൽ ഏകദേശം നമ്മൾ 10-25 വണ്ടികൾ കണ്ടു. ഇനിയും ഇത്രയും വണ്ടികൾ നമുക്ക് കാണിക്കാനുണ്ട്. അപ്പൊ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാഷ് ബാക്കുകള് മാർക്കറ്റ് പ്രൈസിനേക്കാൾ ലക്ഷങ്ങൾ വിലക്കുറവിലാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഫോർച്യൂണറൊക്കെ റേറ്റിംഗ് ഡീലർ പ്രൈസിനേക്കാൾ താഴ്ത്തിയിട്ടുള്ള പ്രൈസിനേക്കാളുള്ള വണ്ടികളാണ് നമുക്കുള്ളത്.
വെറും 10,000 കിലോമീറ്റർ കൂടി നമ്മൾ വണ്ടി കണ്ടു. ഇനി ഇതുപോലെയുള്ള നെട്ടിക്കുന്ന നല്ല കളക്ഷൻ ആയിട്ട് നമ്മൾ തൊട്ടടുത്ത എന്തുകൊണ്ടാണ് ഈ റേറ്റ് ഒക്കെ കുറച്ച് കൊടുക്കുന്നത് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. Yes. എന്തുകൊണ്ടാണ് ഈ ചെങ്ങായി പുറത്തുള്ളതിനേക്കാളൊക്കെ റേറ്റ് കൊടുക്കുന്നത്? അല്ല, ഇന്നോട് തന്നെ പലരും ചോദിക്കാറുണ്ട്. നമ്മൾ പല ഷോപ്പിൽ പോകുന്നതാണല്ലോ. ഈ ഒരു സെറ്റപ്പിലുള്ള ഒരു ഷോപ്പ് പുറത്തിടണമെങ്കിൽ മിനിമം 2.5 ലക്ഷം രൂപ ഇതടക്കേണ്ടി വരും, വാടക മാത്രം. ഒരു 10-60 ഷോപ്പ് വണ്ടി ഇടുന്ന ഷോപ്പ് ഇടണമെങ്കിൽ ഒരു 2 ലക്ഷം to 2.5 ലക്ഷം രൂപ. എനിക്കറിയുന്ന നമ്മള് നല്ലൊരു ഷോപ്പ് ഉണ്ട്, 2.5 ലക്ഷം രൂപ. അവര് ശരിക്കും അത് ഒരു സ്ട്രക്ചർ ആക്കി ഇടാൻ തന്നെ 50 ലക്ഷം രൂപന്റെ അടുത്ത് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു മിനിമം ഡെഡ് ആയി കിടക്കുന്ന എമൗണ്ട് ആണ് വരുന്നത്. ആ ഒരു സ്റ്റോക്ക് ഒന്നും നമുക്ക് വരുന്നില്ല. അതുപോലെ തന്നെ ഇതില് വേറെ പുറത്തുള്ള സ്റ്റാഫുള്ള കാര്യങ്ങളും നമ്മളെ അനിയനും ഫ്രണ്ട്സും കാര്യങ്ങളും മാത്രമേ ഇതിലുള്ളൂ. വേറെ സ്റ്റാഫായിട്ട് ഇതിൽ ആരും ഇല്ല. നമ്മൾ തന്നെ വണ്ടി കഴിക്കുന്നതും നമ്മൾ തന്നെ വണ്ടി നമുക്ക് ഓരോ വണ്ടിയുടെയും അതിന്റെ എവിടൊക്കെ എന്തൊക്കെ ഉണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഒരു വണ്ടി നോക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഡീപ്പായിട്ട് അത് കഴിയുമ്പോ നോക്കും. അവിടെ അതിന്റെ മുക്കുകളും മൂലകളും ഒക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ചെക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഓരോന്നും ചെക്ക് ചെയ്യുന്ന ഇതിനൊക്കെ ടയർ കണ്ടീഷനൊക്കെ നമ്മൾ പറയുമ്പോൾ അത് നമുക്കറിയാം. അതിങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ അതിന് എത്ര ടയർ ഉണ്ട് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് പറയുന്നത്. സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് ഒരു വണ്ടിയിൽ മിനിമം ഒരു 50-70 രൂപയൊക്കെ ഡിഫറൻസിൽ നമുക്ക് വിൽക്കാൻ കഴിയും. അതാണ് നമ്മൾ റേറ്റ് കുറക്കുന്നത്, അല്ലാതെ വേറെ കുറക്കുന്നതല്ല. പിന്നെ നമ്മൾ നമ്പേഴ്സ് കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. ഹിസ്റ്ററി എടുത്ത് അതേപോലെ തീരുമാനിച്ചിട്ട് വാങ്ങാൻ തീരുമാനിച്ചു വരും. തീർച്ചയായിട്ടും പ്രൈസ് നമുക്ക് മാക്സിമം ഇനി അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി എടുക്കാൻ വന്ന കസ്റ്റമറാണ് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വണ്ടി പറ്റിയില്ലെങ്കിൽ അവർക്ക് വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വരില്ല. റേറ്റിന്റെ കാര്യത്തിൽ നമുക്ക് തെറ്റേണ്ടി വരില്ല എന്നുള്ള ഗ്യാരണ്ടിയിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞു. ഞങ്ങള് മലപ്പുറം വണ്ടൂര് പെരിന്തൽമണ്ണ റോട്ടിൽ 1 കിലോമീറ്റർ മാറി ട്രെൻസിന് തൊട്ട് ചാരി നമ്മുടെ വീടും ഷോപ്പും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് തന്നെയാണ്. എല്ലാ ഭാഗം നിങ്ങൾ നോക്കിയിട്ട് പോന്നോളൂ. ഗൂഗിൾ മാപ്പിൽ അടിക്കുകയാണെങ്കിൽ RB മോട്ടോഴ്സ് വണ്ടൂർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. RB ഓട്ടോസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കവിടെ പൊല്യൂഷൻ സെന്റർ, ഇൻഷുറൻസ് ഓഫീസ് ഒക്കെ ഉണ്ട്. അതിലോട്ട് പോകണ്ട. അത് ഇവിടെ അവിടെ 1.5 കിലോമീറ്റർ മാറ്റമുണ്ട്. RB ഓട്ടോസ്പോർട്ടാണ് അത് അടിച്ചിട്ട് അങ്ങോട്ട് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്. സ്റ്റാഫുകൾ ഇങ്ങോട്ട് പറഞ്ഞേക്കും. ഇത് നമ്മുടെ വീടും ഒക്കെ ഒരുമിച്ചാണ്. RB മോട്ടോഴ്സ് വണ്ടൂർ എന്ന് അടിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ട്രെയിനിന് വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരും സൗകര്യം? തിരുവനന്തപുരം മുതൽ ട്രെയിനിന് വരികയാണെങ്കിൽ 250 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്താം. രാജറാണിയിൽ 150 രൂപ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടെത്താം. വെറും 3 കിലോമീറ്റർ അപ്പുറത്ത് വാണിയമ്പലത്ത് ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ 10 രൂപ പോയിന്റിൽ വണ്ടൂർ എത്താം. വെറും 200 രൂപ ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് RB മോട്ടോഴ്സിൽ കസ്റ്റമർക്ക് എത്താൻ പറ്റും. അപ്പൊ നമുക്ക് പിന്നെ കൂടാതെ ബുള്ളറ്റ് സ്പെഷ്യൽ ഓഫറുകളാ. നമുക്ക് 3 വാഹനങ്ങൾ എക്സ്ചേഞ്ചിൽ വരുന്ന വാഹനങ്ങളാണ്. ഒരു ഡീലർ പ്രൈസ് നമുക്ക് കൊടുക്കാൻ പറ്റും. 2020 ലാസ്റ്റ് വരുന്ന BS6 വരുന്ന ക്ലാസിക് ബുള്ളറ്റ് നമ്മുടെ 350 വരുന്നുണ്ട്. നമുക്ക് എല്ലാ ഡീലർമാരും 140 KL10 ഇവിടെ നമ്പർ ഇവിടെ ഉപയോഗിച്ച ആള് നമ്മളെ കയ്യിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്ത് പോയതാണ്. 140 മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരിക്കുന്ന വാഹനമാണ്. 130 നമ്മൾ ചോദിക്കുന്നുള്ളൂ. 10 രൂപ അവിടെ തന്നെ ലാഭമുണ്ട്. റേറ്റ് നേരിട്ട് വന്നോളൂ, കസ്റ്റമർക്ക് കുറച്ച് കൊടുക്കാം. പൾസർ ഇത് ഡബിൾ ഡിസ്ക് വരുന്ന കേട്ടോ, ഡബിൾ ഡിസ്ക് വരുന്ന വാഹനമാണ്. ഇത് 150 ഒരു പുതിയ എഡിഷൻ. ഫ്രണ്ടും ബാക്കും നമുക്ക് ഡിസ്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡുവൽ ആയിട്ട് സ്വീറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതെ, നല്ല ക്വാളിറ്റി. 2 പുത്തൻ ടയർ ഉണ്ട്. ചെയിൻ സോക്കറ്റ് ഒക്കെ പുതിയത് മാറ്റിയതാണ്. വെറും 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 18 ലാസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനമാണ് ഇത്. മാർക്കറ്റിൽ 68 രൂപ മാർക്കറ്റിലുള്ള വണ്ടിയാണ്. 62 രൂപ നമുക്ക് കൊടുക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി സിംഗിൾ ഓണർ ആണ്. 18 ലാസ്റ്റ് ആണ്. ഒരു പുതിയ ടയർ ഉണ്ട്. ചെയിൻ സോക്കറ്റ് ഇപ്പൊ ഞാനാണ് മാറ്റിയത്. 30,000 കിലോമീറ്ററിന് അടുത്ത് ഓടിയിട്ടുണ്ട്. വണ്ടി നല്ല ചെയിൻ സോക്കറ്റ് ഇപ്പോൾ 2,500-3,000 മാറിയിട്ടുണ്ട്. ഈ വാഹനം 95 രൂപക്ക് കൊടുക്കാൻ പറ്റും. വെറും 95 രൂപയ്ക്ക് സുഖസുന്ദരമായിട്ട് നല്ല ഓഫറാണ്. എന്തായാലും ഡീലർമാർ 1.10 ആ റേഞ്ചിൽ 1.5 ലെവലിൽ വിൽപ്പന ചോദിക്കുന്ന വാഹനമാണ്. നല്ല ഓഫറായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി ആരെങ്കിലുമൊക്കെ നമുക്ക് SUV-കളാകട്ടെ ഏത് വാഹനങ്ങളും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നേരെ നമ്മളെ RBക്ക് പോരി. അപ്പോൾ ലൊക്കേഷൻ പറഞ്ഞു, ഇത് മലപ്പുറം ജില്ലയിൽ വണ്ടൂര്, അതായത് പെരിന്തൽമണ്ണയിൽ നിന്നും നിലമ്പൂർ റൂട്ടിൽ, അതേപോലെ തന്നെ മഞ്ചേരിയിൽ നിന്ന് വരാം. എല്ലാ ഭാഗങ്ങളും വരാം, സൗകര്യമാണ്. ഈ ട്രെയിനിന് വരുന്നവർക്കാണെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് രാജാറാണിയിലാണ് ഡയറക്റ്റ് വരാം. ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർ റോഡ്
ട്രെയിനിൽ കയറി നമുക്ക് വാണിയമ്പലത്ത് ഇറങ്ങി അവിടുന്ന് ഒരു 10 രൂപ പോയിന്റിൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാം. ഇനി ഗൂഗിൾ മാപ്പിൽ RB മോട്ടോഴ്സ് വണ്ടൂർ എന്ന് അടിച്ചാൽ നമുക്ക് കിട്ടും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ് നിങ്ങൾക്ക് വാഹനങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ക്ലൈം ആവട്ടെ എല്ലാത്തിനും നമുക്ക് 100% ഗ്യാരണ്ടിയിൽ നമുക്ക് കൊടുക്കുന്ന നല്ലൊരു അടിപൊളി ഷോറൂമാണ്. അപ്പോൾ ഇതിനൊരു അടുത്തൊരു കിഡ്ലം പാർട്ടി ഞങ്ങൾ ഉടനെ വരുന്നുണ്ട്. വെയിറ്റ് ചെയ്തോളി. ലോ ബഡ്ജറ്റ് വണ്ടികളുടെ ഒരു അടിപൊളി പാർട്ടി നമ്മൾ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ ഏത് സമയത്തും നിങ്ങൾക്ക് വരാം. മാക്സിമം നമ്മൾ അടുത്തുള്ളവരൊക്കെ നമുക്ക് മാക്സിമം ഒരു 7 മണിക്ക് വരാം അല്ലേ. അതിന്റെ ഇനിയിപ്പോ ദൂരമുള്ളവരാകട്ടെ വിളിച്ചു വന്നോട്ടെ, നമ്മുടെ വീട്ടിൽ തന്നെയാണ്. അപ്പൊ ഏത് സമയത്ത് വന്നാലും നിങ്ങൾ വൈകി വന്നാലും ലോങ് ഉള്ളവർക്കൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ ഇവിടെ ഓക്കെയാണ്. കാരണം അവരുടെ വീട്ടിൽ തന്നെയാണ് നമ്മുടെ ഷോറൂം ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നമുക്ക് വാടകയില്ല, സ്റ്റാഫ് ഇല്ല. ആ ഒരു പ്രൈസൊക്കെ നിങ്ങൾക്ക് വില കുറച്ചിട്ട് തരുന്നതുകൊണ്ടാണ് ഇത്രയും വില കമ്മിയിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. സോ എന്ത് ചെയ്യുക, ഈ ഒരു ഇത് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. ഇസ്മി റിയാസ് ആൻഡ് സമീർ സൈനിങ് ഓഫ്.